മധ്യശിലായുഗത്തെക്കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. പ്രാചീന ശിലായുഗത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ആയുധങ്ങളും ഉപകരണങ്ങളുമായിരുന്നു മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ സൂക്ഷ്മമായ, വളരെ ചെറിയ മുനയുള്ളതുമായ ശിലായുധങ്ങളാണ് മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മധ്യശിലായുഗത്തെ സൂക്ഷ്മശിലായുഗം എന്ന പേരിൽ വിളിക്കാറുണ്ട്, അഥവാ മൈക്രോലിത്തിക് ഏജ് എന്ന പേരിൽ മധ്യശിലായുഗത്തെ വിളിക്കാറുണ്ട്. മനുഷ്യർ ഈ ഉപകരണങ്ങൾ എന്തിനെല്ലാം വേണ്ടിയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക? പ്രധാനമായിട്ടും ഈ സൂക്ഷ്മതരത്തിലുള്ള ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നത് കമ്പിൽ കെട്ടി മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടിയായിരുന്നു. മാത്രമല്ല, ആയുധങ്ങൾ ചെറുതാകുന്നതിനനുസരിച്ച് വളരെ വിദൂരത്തുള്ള മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാൻ ഇത് വളരെയധികം ഉപകാരപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മധ്യശിലായുഗത്തിൽ വേട്ടയാടൽ വളരെയധികം വ്യാപിക്കുകയും പല ജീവികൾക്കും വംശനാശം സംഭവിക്കുകയും ചെയ്തു. അത്തരത്തിൽ വംശനാശം സംഭവിച്ച ജീവിവർഗത്തിന് ഉദാഹരണമാണ് മാമത്ത്. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ഭക്ഷണത്തിന് വേണ്ടി പുതിയ ഉറവിടങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. ഭക്ഷ്യയോഗ്യമായ പുല്ലുകൾ, ഡോൾഫിൻ, നീർനായ്, തിമിംഗലം, മറ്റു മത്സ്യങ്ങൾ ഇവയൊക്കെ ആഹാരമാക്കിയിട്ട് ജനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. മധ്യശിലായുഗത്തിൽ മനുഷ്യജീവിതത്തിലുണ്ടായ പുരോഗതികളാണ് ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അഥവാ മധ്യശിലായുഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളായി, ഏറ്റവും വലിയ സവിശേഷതകളായി ഈ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും ആദ്യത്തേത്, സ്ഥിരവാസം ആരംഭിച്ചു. നാടോടികളായി അലഞ്ഞു തിരിഞ്ഞ് ജീവിതം നയിച്ചിരുന്ന ജനത സ്ഥിരവാസം ആരംഭിച്ചു. ദൂരെയുള്ള മൃഗങ്ങളെ വേട്ടയാടാൻ തുടങ്ങി. വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിക്കാൻ തുടങ്ങി. നായയെ ഇണക്കി വളർത്താൻ തുടങ്ങി. ഭക്ഷണ ഉപകരണങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ പരസ്പരം കൈമാറാൻ തുടങ്ങി. മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു. യൂറോപ്പിലെയും പടിഞ്ഞാറൻ ഏഷ്യയിലെയും വിവിധ രാജ്യങ്ങളിൽ നിന്ന് മധ്യശിലായുഗ കാലഘട്ടത്തെക്കുറിച്ചുള്ള ധാരാളം തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ബാഘർ, രാജസ്ഥാനിലെ ബാഘറിൽ നിന്നും ആദംഗഡ് അഥവാ മധ്യപ്രദേശിലെ ആദംഗഡിൽ നിന്നും മധ്യശിലായുഗത്തെക്കുറിച്ചുള്ള ധാരാളം തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്.